കാസർഗോഡ് ചന്തേരയിൽ 16 വയസ്സുകാരി കൂട്ട ബലാത്സംഗത്തിനിരയായി. സംഭവത്തിൽ 15 വയസ്സുകാരൻ ഉൾപ്പെടെ 5 പേർക്കെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തു. 2 പേർ അറസ്റ്റിലായിട്ടുമുണ്ട്. രതീഷ് വാസുദേവനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, ഇപ്പോൾ നിയമ നടപടി സ്വീകരിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നു. ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്? സ്വാതി, പോക്സോ വകുപ്പ് പ്രകാരമാണ് പ്രാഥമികമായി ഇപ്പോൾ ചന്തേര പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും 1 വർഷത്തിലധികമായി ഈ പെൺകുട്ടി ഇത്തരത്തിൽ ശാരീരികമായ അതിക്രമത്തിന് വിധേയമാകുന്നുണ്ടെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. യാദൃശികമായി ഇത്തരത്തിൽ പെൺകുട്ടിയെ ശാരീരിക ഉപദ്രവം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വിവരം പുറത്തറിയുന്നതും തുടർന്ന് കൗൺസിലിംഗിൽ ഉൾപ്പെടെ പെൺകുട്ടിയെ വിധേയമാക്കിയതിനെ തുടർന്നാണ് കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ശാരീരികമായി പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 2 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. അവർ ഒരു ഷോപ്പ് ഉടമകളാണ്. ഇവരെ 2 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് ഒരു 15 വയസ്സുകാരനാണ്. മറ്റൊന്ന് ഒരു ആംബുലൻസ് ഡ്രൈവറായിട്ടുള്ള റഷീദ് എന്ന് പറയുന്ന ആളാണ്. ഇയാൾ വിദേശത്തേക്ക് കടന്നു എന്നാണ് പോലീസ് പറയുന്നത്. മറ്റു 2 പേർ ഷോപ്പ് ഉടമകളായ റിയാസ്, നൌഷാദ് എന്നിവരാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. മറ്റൊന്ന് കസ്റ്റഡിയിൽ കിട്ടാനുള്ളത് 15 വയസ്സുകാരനാണ്. മറ്റൊരാൾ, പ്രതിയെന്ന് പറയപ്പെടുന്ന മറ്റൊരാൾ മരണപ്പെട്ടു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും സംബന്ധിച്ച് വിശദമായ അന്വേഷണം ചന്തേര പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഈ 16-കാരി ഇരയായി എന്നാണ് പ്രാഥമികമായ പരിശോധനയിൽ നിന്ന് പോലീസിന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് കൂടുതൽ പരിശോധനകൾ, കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെ പരിശോധിക്കും. എന്തായാലും ഈ പുറത്തുപോയ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കേസിലുള്ള 5 പ്രതികളിൽ മറ്റുള്ളവർക്കുള്ള തിരച്ചിലും പോലീസ് ശക്തമായി ആരംഭിക്കുന്നുണ്ട്. സ്വാതി. സ്ത്രീകളുടെ